പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അദാനിയുടെ വിഴിഞ്ഞത്തുള്ള തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ആ തുറമുഖത്തിൻ്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അദാനി പോർട്ട് അതിനുള്ള അനുവാദം കൈമാറാൻ തങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് സെബിയെ അറിയിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായത്. ആ വിവാദം അത് വലിയ വിവാദമായി കത്തിപ്പടർന്നു. അതിനെ തുടർന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വന്നിട്ട് താനിത് അറിഞ്ഞില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞു. എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ മുൻകൂർ അനുവാദമില്ലാതെ ഇത് അനുവദിക്കുന്നതല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വി.ഡി. സതീശൻ പറഞ്ഞെങ്കിലും ആ വിവാദം ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ കത്തിക്കാൻ പ്രതിപക്ഷവും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പിണറായി വിജയൻ ഇങ്ങനെ നിരന്തരം ഈ വിഷയത്തിൽ കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അതിന് മുൻകൂർ അനുവാദം ഇല്ലാതെ നടക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന് ഇതിലുള്ള അതൃപ്തി അവർ അറിയിച്ചിട്ടുണ്ട്. അത് എഴുതിയാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും സർക്കാർ ഇതിന് അനുവാദം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഏതാണ്ട് പൂജ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്കതിന് കഴിയില്ല. അതുകൊണ്ടാണ് അത് പ്രായോഗികമല്ല. രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ഇതുപോലൊരു നീക്കത്തിന് സതീശൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി സതീശന് ഒരുപക്ഷെ അതിൽ താല്പര്യമുണ്ടെങ്കിൽ പോലും അത് നടക്കാത്ത കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഒരടഞ്ഞ അധ്യായമാണ്. എങ്കിലും വിജയനും ഗോവിന്ദനും വിജയനും അതെടുത്തിട്ട് വലിയ വിവാദമാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. കത്തുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആര്? വിജയൻ. സുഹൃത്തുക്കളെ, ഈ വിജയൻ യഥാർത്ഥത്തിൽ അദാനിയുടെ മടിയിൽ കിടക്കുന്ന ആളല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം വിജയനും അദാനിയും ഈ പറഞ്ഞ പോലെ ഏകോദര സഹോദരന്മാരായിരുന്നില്ലേ? നമുക്കറിയാമല്ലോ. ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി ഈ പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് UDF ഭരിച്ചിരുന്നു. വിജയൻ പ്രതിപക്ഷത്തായിരുന്നു. അന്ന് വിജയൻ പറഞ്ഞ എന്താ? 6000 കോടി രൂപയുടെ പദ്ധതിയിൽ 5000 കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞ ആളല്ലേ വിജയൻ? അല്ലേ? അങ്ങേയറ്റം അഴിമതി, കടൽ വിറ്റു എന്നൊക്കെ പറഞ്ഞ വിജയൻ പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ എന്താ ചെയ്തത്? പിണറായിയുടെ അദാനിയുടെ മുമ്പിൽ മുട്ടേ മുട്ടിച്ച്, അല്ലെങ്കിൽ അദാനിയുടെ മുമ്പിൽ മൂട്ടിൽ എഴയുന്നതല്ലേ നമ്മൾ പിന്നീട് കണ്ടത്? അദാനി നിൽക്കാൻ പറഞ്ഞ ഇരിക്കാൻ പറഞ്ഞ കിടക്കാൻ പറഞ്ഞ ഉരുളുകയും ചെയ്യുകയില്ലായിരുന്നു വിജയൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്തത്. അദാനിയുടെ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി എന്ത് പറഞ്ഞു അതെല്ലാം എഴുന്നേറ്റ് നിന്ന് തൊഴുകയോടെ ചെയ്തു കൊടുക്കുന്ന ആളല്ലായിരുന്നു വിജയൻ. നമുക്കറിയില്ല, മത്സ്യത്തൊഴിലാളി സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും വെടിവെപ്പ് വരെ ഉണ്ടായതല്ലേ തിരുവനന്തപുരത്ത്. അന്നെല്ലാം അദാനി എന്ത് പറഞ്ഞോ അതങ്ങനെ തന്നെ ചെയ്തു കൊടുക്കലല്ലായിരുന്നു വിജയൻ്റെ ജോലി. കഴിഞ്ഞ 10 വർഷം അദാനിയുടെ ഒരു വത്സല വിനീത വിശ്വസ്ത വിധേയനായിട്ട് നിന്ന ആളല്ലേ വിജയൻ. ഈ അദാനിയുടെ ഈ പോർട്ടിൻ്റെ 2ാം ഘട്ട ഉദ്ഘാടനത്തിൻ്റെ ആ വേദിയിൽ വെച്ച് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന VN വാസവൻ എന്താ പറഞ്ഞത്? അദാനി തങ്ങളുടെ ഭരണ പങ്കാളിയാണ് എന്നല്ലേ പറഞ്ഞത്? തങ്ങളുടെ പാർട്ട്ണറാണ് അദാനി എന്നല്ലേ വാസവൻ പറഞ്ഞത്? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കുത്തക ഭീമൻ എന്ന് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ രായ്ക്ക് രാമാനം പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, പ്രചരണം നടത്തുമ്പോൾ ആ അദാനിയുടെ വിശ്വസ്ത വിനീത വിധേയനായി കേരളത്തിൽ 10 വർഷക്കാലം ഭരിച്ച ആളല്ലേ വിജയൻ. ഗെയിൽ പൈപ്പ് പദ്ധതി അദാനിയുടെ എന്തുമാത്രം ആനുകൂല്യങ്ങളാണ് അദാനിക്ക് കൊടുത്തത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിജയൻ ചെയ്തത് എന്താ? അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ ഞാൻ പറയാം. തിരുവനന്തപുരത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് വെള്ളിത്തെളികയിൽ വെച്ച് അദാനിക്ക് കൊടുത്തവനല്ലേ വിജയൻ, അല്ലേ? തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലേക്ക് വിജയൻ വെച്ച് കൊടുക്കുകയല്ലേ ചെയ്തത്? കേരള സർക്കാരിന് താല്പര്യമുണ്ടെന്ന് കാണിച്ച് മറ്റ് മത്സരക്കാരെ ഒഴിവാക്കി. മനസ്സിലായില്ല? കേരള സർക്കാരിന് താല്പര്യമുണ്ടെന്ന് കാണിച്ച് മറ്റ് മത്സരത്തിലുള്ളവരെ ഒഴിവാക്കി. അവസാനം കേരള സർക്കാരും അദാനി പോർട്ടും മാത്രം ബാക്കിയായി. കേരള സർക്കാരിൻ്റെ ലേല പേപ്പറുകൾ തയ്യാറാക്കിയ നിയമസ്ഥാപനം മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിറിൽ അമർചന്ദ് മംഗൽദാസ് എന്ന സ്ഥാപനമായിരുന്നില്ലേ? ആരായിരുന്നു സിറിൽ? ഇതിൽ സിറിൽ
ഗൗതം അദാനിയുടെ മകനായിട്ടുള്ള കിരൺ അദാനിയുടെ ഭാര്യാപിതാവായിരുന്നു. ആലോചിച്ച് നോക്കണം. അവരാണ് ലേല പേപ്പറുകൾ തയ്യാറാക്കിയത്. സിറിൽ ഷ്രോഫ്, അതായത് സിറിൽ അമർചന്ദ് മംഗൾദാസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സിറിൽ ഷ്രോഫ് ഗൗതം അദാനിയുടെ മകനായിട്ടുള്ള കിരൺ അദാനിയുടെ ഭാര്യാപിതാവായിരുന്നു. അവരാ ലേല പേപ്പറുകൾ തയ്യാറാക്കിയത്. ഇത് പുറത്തു വന്നപ്പോൾ വിജയൻ പറഞ്ഞത് എന്താ? ഇതെന്ത് പുറത്തു വന്നപ്പോൾ വിജയൻ പറഞ്ഞത്, ഞങ്ങൾ അതൊന്നും നോക്കിയിട്ടില്ല, KSIDC ആണ് അതൊക്കെ ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്ന് പറഞ്ഞു. തള്ളി, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന പോലെ തള്ളി. 60 ലക്ഷം രൂപയാണ് അന്ന് വിജയൻ കൊടുത്തത്, ആ കമ്പനിക്ക് ഫീസിനത്തിൽ കൊടുത്തത്. അന്ന് കോൺഗ്രസ് അതിനെതിരെ ഒരു സമരവും നടത്തിയില്ല എന്നുള്ളത് നമ്മൾ കാണണം. അങ്ങനെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഏകപക്ഷീയമായി അദാനിയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തവനല്ലേ വിജയൻ, അല്ലേ? അങ്ങനെ അദാനിയുടെ വിശ്വസ്ത വിനീത വിധേയനായിട്ടിരുന്ന വിജയനാണ് ഇപ്പോൾ പറയുന്നത്, എന്താ പറയുന്നത്, 49% കൊടുക്കുമ്പോൾ കുത്തകയാവുമെന്ന്. കഴിഞ്ഞ ദിവസം സതീശൻ പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നല്ലേ ഇതിൻ്റെ ചർച്ചകൾ കഴിഞ്ഞ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ചകൾ നടക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ അതാത് സമയത്ത് ദേശാഭിമാനി പത്രത്തിൽ വാർത്തകളായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ 50% കൊണ്ടുവന്ന് വിൽക്കാൻ തീരുമാനിക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുമല്ലോ. ആ നടപടിക്രമങ്ങൾ നടന്ന സമയത്തെല്ലാം വിജയനാണ് അധികാരത്തിലിരുന്നത്. വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയമായിട്ടുള്ള ദിവ്യ IAS അയ്യരായിരുന്നു അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ. അവരെ മാറ്റിയതിൽ ഇപ്പോൾ CPM നേതാക്കന്മാർക്കൊക്കെ വലിയ അസ്വസ്ഥതയാണ്. അവർ അദാനി എതിർത്തുന്ന പറയുന്നത്. അദാനി എതിർക്കല്ല, അദാനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കല്ലേ അവർ ചെയ്തിട്ടുള്ളത്. വിജയനും കൂടി അറിഞ്ഞുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ തുറമുഖത്തിൻ്റെ 50% ഓഹരി കൊണ്ടുവന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്ത്. എത്ര ഇരട്ടത്താപ്പാന്ന് ആലോചിച്ച് നോക്കി. തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനിയുടെ 50% ഓഹരി ഒരാഗോള കുത്തക കമ്പനിക്ക് മയക്കുമരുന്ന്, അന്താരാഷ്ട്ര കൊക്കൈൻ മയക്കുമരുന്ന് കച്ചവടത്തിൽ പോലും പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടുള്ള ഒരു കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി പണിയെടുത്ത ആളല്ലേ ഇയാൾ. അന്ന് ആ കമ്പനിയുടെ ഒരു വലിയ കപ്പൽ കേരളത്തിലെ തീരപ്രദേശത്ത് മുങ്ങിയപ്പോൾ ആ കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തിയ ആളാണ് ഇയാൾ. വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയിൽ MSC എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിക്ക് വലിയ പങ്കുണ്ട് എന്ന് രായ്ക്ക് രാമനം പറഞ്ഞുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളാണ് ഇയാൾ. എന്നിട്ട് 1 വർഷക്കാലം താൻ അധികാരത്തിലിരുന്നപ്പോൾ ഈ അദാനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 50% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ വേണ്ടി ഒത്താശ നൽകിയ വിജയൻ, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച വിജയൻ, അവർ 50% കൊടുക്കുന്നതിൻ്റെ ആദ്യഘട്ടം നടത്തിയപ്പോൾ ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ വന്ന് സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ലേ ഇയാൾ. എന്തൊരു അധമനാണ് ഈ മനുഷ്യൻ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു അധമനാണ് ഈ മനുഷ്യൻ എന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പിണറായി സർക്കാർ മൂന്നാമത്തെ പിണറായി സർക്കാരാണ് ഇവിടെ അധികാരത്തിലിരുന്നെങ്കിൽ ഈ കൈമാറ്റം നടക്കില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഒരു സംശയം വേണ്ട, നടന്നിരിക്കുമായിരുന്നു. അതിന് വേറെ ന്യായം അയാൾ കണ്ടെത്തുമായിരുന്നു. അപ്പം അത്ര ഉളുപ്പില്ലാത്ത ഇരട്ടത്താപ്പിൻ്റെ ഒരു മഹാരാജാവാണ് വിജയൻ എന്നാണ് വിഴിഞ്ഞം അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് പാർട്ടിയുടെ മുഖപത്രത്തിൽ അതാത് സമയത്ത് വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ജൂൺ 1 ജൂൺ 5 വന്നു എന്നാണ് സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നിട്ട് ഈ കൈമാറ്റം നടന്നതിൻ്റെ വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ 13,000 കോടി രൂപയുടെ നേട്ടമുണ്ടാകാൻ പോകുന്നു, ആ നേട്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിൻ്റെ ദൂരക്കാഴ്ചയ്ക്കാണെന്ന് പറഞ്ഞ് വാർത്ത എഴുതിയ പത്രമല്ലേ ദേശാഭിമാനി. അതിനുശേഷമല്ലേ വിജയനും കൂട്ടരും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. ഇത്ര നാണം കെട്ട ഒരു വർഗമാണ് ഇവന്മാരെന്ന് ആലോചിച്ച് നോക്കി. ഈ വിജയനും ഗോവിന്ദനുമൊക്കെ. വിജയനായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയെങ്കിൽ ഈ കൈമാറ്റം ഒരു സംശയമില്ല നടന്നിരിക്കില്ലായിരുന്നോ? എന്തായിരുന്നു സംശയം അതിന്? അത് വലിയ വിപ്ലവമായിരുന്നു, അത് വലിയ വികസനത്തിൻ്റെ രജതരേഖയായിരുന്നു. 13,000 കോടി രൂപയുടെ മുതൽ മുടക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമായിരുന്ന വിജയൻ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോയപ്പോൾ സർക്കാർ പോലും അവർ നടത്താതെ അറിഞ്ഞ ആ കൈമാറ്റത്തെ വിമർശിച്ച് രംഗത്ത് വരുന്നു. എത്ര ഉളുപ്പില്ലാത്തവൻ വിജയൻ, എത്ര ലജ്ജയില്ലാത്തവൻ വിജയൻ. അതല്ലേ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദാനിയുടെ മടിയിൽ കിടന്നവൻ വിജയൻ, അദാനിയുടെ വിശ്വസ്ത വിനീത വിധേയൻ വിജയൻ,
അദാനിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വെള്ളിത്തെളിയിൽ എടുത്തു കൊടുത്തവൻ വിജയൻ. ആ വിജയനാണിപ്പോൾ ഇരട്ടത്താപ്പുമായി ലജ്ജയും ഉളുപ്പുമില്ലാതെ നമ്മുടെ മുന്നിൽ വന്ന് ഈ പൊട്ടത്തരം, കള്ളത്തരം, ആനമണ്ടത്തരം വിളിച്ചു പറയുന്നത് എന്നതിൻ്റെ തെളിവ് ഈ വിജയൻ്റെ പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ തന്നെ വന്ന വാർത്തകളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.